വിദേശത്ത് മാസപ്പിറവി ദിന റംസാൻ വ്രതാരംഭം ഇന്ത്യയിലും ഇന്ന് തുടക്കമായി. തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൊലയിൽ ആഫാന്റെ ഉമ്മച്ചിയുടെ നില ഗുരുതരാവസ്ഥയിൽ. ആശുപത്രിയിൽ പിതാവ് വിദേശത്തുനിന്നെത്തി ആഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. കഞ്ചാവ് കൃഷി ചെയ്ത് വിൽപ്പനയ്ക്ക് അനുമതി തേടി ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ നിക്ഷേപത്തിന് തയ്യാറായി വന്നയാൾ നാട്ടിപ്പായിച്ചു. യുവതലമുറയെ നശിപ്പിക്കാൻ മയക്കുമരുന്ന് ലഹരിയിൽ 20-കാരൻ 45-കാരനെ വെട്ടിക്കൊലപ്പെടുത്തി. വൃദ്ധനായ പിതാവിന്റെ വീട് നെയ്യാറ്റിൻകര അർബൻ ബാങ്ക് ജപ്തി ചെയ്തു. 1,80,000 രൂപ വായ്പ മുടങ്ങിയതിൽ വഴിയാധാരമാക്കി പെരുവഴിയിൽ ഇറക്കി. മതവിദ്വേഷ സംഭാഷണത്തിന്റെ ചെറിയ കുറ്റത്തിന്റെ പേരിൽ നേതാവ് ശ്രീമാൻ PC ജോർജിനെ ജയിലിലടയ്ക്കാൻ നോക്കിയവർ ചീറ്റിപ്പോയി. റാഗിംഗ്, കൊല, നരവേട്ട, ലഹരി, കൊലയാളികൾ പുറത്ത് വിലസി നടക്കുന്നു. ഇവർക്ക് തക്കതായ നടപടിയെടുക്കണം, ശക്തമായ നടപടിയെടുക്കണം. കോട്ടയത്ത് 10-ാം ക്ലാസ്സുകാരനെ കൊലപ്പെടുത്തി. മർദ്ദനത്തിൽ കൊലപ്പെടുത്തി. അതിന് തക്കതായ ശിക്ഷ പ്രതികൾക്ക് ഈ കോടതി ഒരു പ്രാവശ്യമെങ്കിലും തൂക്കുകയർ വിധിച്ചെങ്കിൽ ഇനി വിദ്യാർത്ഥികളിൽ ഇത് ഉണ്ടാവത്തില്ല. പ്രതികളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കണം. കോട്ടയം മദ്യക്കുപ്പി കോഴ വാങ്ങിയ ASIയെ വിജിലൻസ് പിടിയിൽ. ചില കോൺസ്റ്റബിളുകൾ കൈക്കൂലി വാങ്ങാറുണ്ട്. കിട്ടുന്ന സാലറി അവർക്ക് തികയുന്നില്ല. കുടുംബത്തെ പോറ്റാൻ തികയില്ല. ബംഗ്ലാവ്, ലോൺ അടയ്ക്കണം, ടാറ്റ ബിർള കാറുകൾ വാങ്ങണം. നമ്മുടെ കേരളം തലമുറയെ ക്ലീൻ കേരള മാതൃകയാക്കാൻ ലഹരി വേരോടെ പിഴുതെറിയാൻ തായ്വേര് കണ്ടുപിടിക്കണം. ഒത്തുപിടിച്ചാൽ മലയും പോരും.